പുരുഷന്മാർ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അതിന് യാതൊരു നടപടി ഉണ്ടാകുന്നില്ല, പോലീസ് സ്റ്റേഷനിലായാലും കോടതിയിലായാലും. സ്ത്രീകൾ പ്രതികളായിട്ടുള്ള കേസുകൾ വരുമ്പോൾ മാത്രമാണ് ഈ വിവേചനം കാണിക്കുന്നത്. കാര്യം ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഈക്വാലിറ്റി ഇവിടെ സമൂഹത്തിൽ എല്ലാ മേഖലയിലും വേണം. പക്ഷേ ഇവിടെ ഒരു യുവാവാണ് മരിച്ചിരിക്കുന്നത്, മിഥുൻ മോഹൻ എന്ന് പറയുന്ന 23 വയസ്സുകാരൻ. എന്താ പറയുക, സ്പോർട്സിലൊക്കെ മിന്നിത്തിളങ്ങി നാടിന് അഭിമാനമായിട്ട് നിന്ന ഒരു യുവാവിനെയാണ് ഒരു പെൺകുട്ടി കാരണം നിഷ്കരുണം കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. ഡയറക്റ്റ് കൊന്നില്ല എങ്കിൽ പോലും അവളുടെ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും അത്രയും മനോവേദനയോട് കൂടിയിട്ടാണ് അവൻ നേറിയാണ് മരിച്ചിട്ടുള്ളത്. ഈ പെൺകുട്ടിയെ ഏത് രീതിയിലാണ് ശിക്ഷിക്കേണ്ടത്? നമ്മുടെ സമൂഹം ഇവിടെ ഒരു പുരുഷന് ഈ സമാന കേസുകളിൽ പുരുഷനെ ഏത് രീതിയിൽ ശിക്ഷിക്കുമോ അതേ ശിക്ഷ ഈ പെൺകുട്ടിക്കും കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഘടന ഇവരുടെ കൂടെ നിൽക്കുന്നത്. കാര്യം ഇന്നലെ ഞാനവിടെ മിഥുൻ്റെ അച്ഛനെ വിളിച്ചായിരുന്നു. അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അപ്പോൾ അദ്ദേഹം കൂടെ നിൽക്കും. പിന്നെ കുറെ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടതാണ്, ആത്മാർത്ഥമായിട്ടുള്ള വേറെ ഒരിടത്തും കാണാത്ത ഒരു വലിയൊരു സുഹൃത്ത് വലയം മിഥുനുണ്ടായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 2-3 ദിവസമൊക്കെ ഇങ്ങനെ മൂടൗട്ടായിട്ട് നിന്നിട്ട് അവൻ നോർമലായി പോകുമെന്നാണ് കരുതിയത്. മോയി ആ പെൺകുട്ടി അമിതമായി സ്നേഹിച്ചു. പക്ഷെ ആ കൊച്ചവനെ ശരിക്കും വഹിച്ചു, വഞ്ചിച്ചു. അവന്റെ സാമീപ്യം അവള് വേണ്ടെന്നുള്ള ഒരു ഭയങ്കര നിലപാടെടുത്ത് അത് അവന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷെ അത് ഈ മോനെ ഇങ്ങനെ അവന്റെ മരണത്തിലേക്ക് കലാശിച്ചു. ഒരുപാട് പ്രാവശ്യം ഈ പാലുകാച്ചിന് ശേഷം ഒരുപാട് പ്രാവശ്യം മോൻ്റെ കൂടെ വരികയും ഞാൻ എൻ്റെ മോളെ എങ്ങനെ കാണുന്നോ അതേപോലെ കാണുകയും അതെന്താണെന്നുള്ള ആ രീതിക്ക് എല്ലാം ഞാൻ സഹകരിച്ചിട്ടുള്ളതാണ്. കാരണം എത്തിച്ച സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം ദീർഘകാലം പ്രണയിച്ച് ഒരു സ്ത്രീ ഈ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഒരു കാരണമില്ലാതെ അകാരണമായിട്ട് എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയതിൻ്റെ ഒരിതാണ്. അവൻ്റെ അടുത്ത് ഒരു കാരണം പോലും പറഞ്ഞില്ല. അവന് ഒരു ആശ്വാസ വാക്ക് പോലും പറയാതെ എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് ഇനി ആവശ്യമില്ല എൻ്റെ ജീവിതത്തിൽ, ആ ഒരു രീതിയിൽ പെരുമാറിയിട്ട് അവനെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അവൻ്റെ റീസൺ. അവൻ്റെ അടുത്ത് അവൻ ചോദിച്ചപ്പോഴൊന്നും ആ റീസൺ പറഞ്ഞിട്ടില്ല. ഒടുവിൽ അവളുടെ അമ്മ ഇതുപോലെ രാത്രി ഒരാളെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് മക്കളെ എന്ന് പറഞ്ഞിട്ട് അവൻ അന്വേഷിച്ചപ്പോഴാണ് ഈ പുള്ളിക്കാരനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അർജുൻ എന്ന് പറയുന്ന പുള്ളിക്കാരനെ അവന് മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നത്. എന്നിട്ടും ഈ കാരണമൊന്നും അവളെ അടുത്ത് അവൻ ചോദിക്കുകയൊന്നും ചെയ്തില്ല. അവൻ അവസാന നിമിഷം വരെ അവളെ കാല് പിടിച്ച് കെഞ്ചുകയായിരുന്നു ഒന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ഈ വലിയമ്മ പോയി സംസാരിച്ചപ്പോൾ പോലും ആ കുട്ടി പറഞ്ഞത് അവൻ മരിച്ചില്ലല്ലോ, മരിച്ചതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് ആ കുട്ടി വൾഗറായിട്ടൊക്കെയാണ് സംസാരിച്ചത്. അവസാന നിമിഷം വരെ അവന് ഗാതുവിനെ ഇഷ്ടമായിരുന്നു, അവളൊന്നും ചെയ്യരുതെന്നൊക്കെയാണ് അവൻ നോട്ടിൽ വരെ എഴുതി വെച്ചിട്ടുള്ളത്. അവൾക്കുള്ളത് ദൈവം കൊടുക്കും, എന്നെ 5 വർഷം സ്നേഹിച്ച് പറ്റിച്ചത് അവൾക്കുള്ളത് ദൈവം കൊടുക്കുമെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അത് അവൻ്റെ നോട്ടിലുണ്ട്. അത് ഒരു HP ലാപ്ടോപ്പ് ഞാൻ അവൾക്ക് യൂസ് ചെയ്യാൻ കൊടുത്തതാണ്. അവൾക്ക് അല്ലാതെ യൂസ് ചെയ്യാൻ കൊടുത്തൊരു 40,000 രൂപയുടെ HP ലാപ്ടോപ്പ്. പിന്നെ ഫസ്റ്റ് പേയ്മെൻറ്റ് ഐഫോൺ ഫസ്റ്റ് പേയ്മെൻറ്റ് അവനാണ് അടച്ചിട്ട് അവൻ്റെ പേരിലാണ് ആ ഐഫോൺ എടുത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ വലിയമ്മ പറയുന്നുണ്ട് അവരുടെ ഒരു പവൻ്റെ ചെയിന് കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അല്ലാതെ തന്നെ 3 ലക്ഷം രൂപയ്ക്ക് അധികം അവരെ വീട്ടിലത്തേക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. അവളെ ചേച്ചിയുടെ കൊച്ചിൻ്റെ പിറന്നാളിൻ്റെ കാര്യങ്ങളായാലും അവളെ വീട്ടിലെ കാര്യങ്ങളായാലും അവളെ കൊണ്ടുവിട്ടുന്നതായാലും വിളിച്ചുകൊണ്ട് വരുന്നതായാലും അത്തരത്തിലുള്ള ചിലവുകളെല്ലാം ഇവനാണ് നോക്കിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട് അവൻ. അങ്ങനത്തെയൊക്കെ രീതിയിൽ ഇവർ മാക്സിമം അവൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ കിട്ടുമോ അതെല്ലാം വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. ബോൾ ബാഡ്മിൻ്റൻ്റെ ദേശീയ പ്ലെയറാണ്. യൂണിവേഴ്സിറ്റി തന്നെ 5 വട്ടം യൂണിവേഴ്സിറ്റി കളിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി 5 വട്ടം കളിച്ചിട്ടുണ്ട്. അതുപോലെ കേരള യൂണിവേഴ്സിറ്റി നാഷണൽ തലത്തിൽ അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർച്ചറിയിൽ അവൻ നാഷണൽ താരമാണ്. അമേരിക്കൻ ഫുട്ബോളിൻ്റെ ആളാണ്. പിന്നെ ഇവിടെ നെയ്യാറ്റിൻകരയിൽ ഒരു അക്കാഡമിയിൽ 90 കുട്ടികൾക്ക് ബോൾ ബാഡ്മിൻ്റൻ്റെ പരിശീലനം നൽകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കോളേജിൽ തന്നെ ആയിരുന്നാലും അവിടുത്തെ സ്പോർട്സ് അക്കാഡമിയിലെ സാറുമാർക്ക് അറിയാം ഏത് ഗെയിമാണോ അവനെ പറ്റി അറിവുണ്ടോ ഇല്ലയോ, അതിനുള്ള സ്റ്റാർട്ടിങ് എക്സസൈസ് ആയാലും എന്ത് കാര്യങ്ങളായാലും പിള്ളേരെ ഗ്രൗണ്ടിൽ എത്തിക്കുക എന്നുള്ളൊരു മനോഭാവത്തിൽ എല്ലാ കാര്യങ്ങൾക്കും പരിശീലനം കൊടുത്ത ഒരാളാണ്. പൂർണ്ണമായിട്ടും സ്പോർട്സിന് വേണ്ടിയിട്ട് മൊത്തമായിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. ഇത്രയും ആളുകൾക്ക് വേണ്ടിയിട്ട് എത്ര കുട്ടികളെ സർട്ടിഫിക്കറ്റ് വായിച്ച് കൊടുത്ത് കുറേ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവൻ്റെ അവസാന സമയത്ത് അവൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ പോലും എഴുതിയിട്ടുണ്ടായിരുന്നു ക്ലബിന് വേണ്ടിയിട്ട് 2 സെൻറ്റ് വസ്തു അവൻ്റെ ഷെയറായിട്ട് അവൻ്റെ ഭൂമിയിൽ നിന്ന് കൊടുക്കണമെന്നും പിന്നെ അവൻ്റെ ജേഴ്സിയും മറ്റ് കായികോപകരണങ്ങളൊന്നും അവൻ്റെ കുഴിയിലിട്ട് കത്തിക്കാതെ തന്നെ അത് മറ്റുള്ള
കുട്ടികൾക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണമെന്ന് അവൻ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ജേഴ്സി കൂടെ 100-150ഓളം ജേഴ്സി ഉണ്ട്. മുകളിൽ പോയാൽ നമുക്കറിയാം, ഒരു 2 ഷെൽഫ് മൊത്തം അവൻ്റെ ജേഴ്സിയാണ്. അവൻ കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കളിച്ചതും, അവൻ നാഷണൽ ലെവലിൽ കളിച്ചതും, മറ്റ് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചതും, മറ്റ് ജില്ലകൾക്ക് വേണ്ടി കളിച്ചതായിട്ടുള്ള 150ഓളം ജേഴ്സി ഉണ്ട്. അത്രയും ജേഴ്സി അവൻ്റെ ക്ലബിലെ പിള്ളേർക്ക് കൊടുക്കണമെന്നാണ് അവ അവസാന നിമിഷത്ത് പോലും എഴുതി വെച്ചിട്ടുള്ളത്.